മഹാനവമി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മഹാദേവി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലെ വിവരങ്ങൾ എങ്ങനെയാണ്? വലിയ തിരക്കല്ലേ അവിടെ? മായ, ഈ പൂജപ്പുര സരസ്വതി മഹാദേവി ക്ഷേത്രത്തിൽ ഇന്ന് മഹാനവമി ദിവസം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സെപ്റ്റംബർ 22 മുതൽ തന്നെ മഹാനവമിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കമായി. നാളെയാണ് ഈ ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. വിദ്യാരംഭം കുറിക്കാനായി 1000-ൽ കൂടുതൽ കുരുന്നുകളാണ് ഇവിടെ ഈ വിദ്യാരംഭം കുറിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. നാളത്തെ വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടത്തിലായി എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. നാളത്തെ വിദ്യാരംഭം കുറിക്കുന്നുള്ള ചടങ്ങുകളുടെ സരസ്വതിയെ നാളത്തെ വിദ്യാരംഭത്തിൻ്റെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം 100% ജനകീയ സമിതിയും ഇവിടുത്തെ പൊതുപ്രവർത്തന സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല രീതിയിൽ 100% പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വിദ്യാരംഭത്തിന് 1000-ന് മുകളിലായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാവടിയും 1000-ന് മുകളിലായിട്ടുണ്ട്. അതിനുള്ള സന്നദ്ധ ഒരുക്കങ്ങളൊക്കെ തന്നെ മറ്റേ എഴുത്തിരുന്ന ആചാര്യന്മാരെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും നടന്നിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് കരമനയിൽ നിന്നും ഇവിടെ ജനകീയ സമിതി അംഗങ്ങളും ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും കൂടി പോയി 8 മണിക്ക് സ്വീകരിച്ച് 9 മണിക്ക് സ്വാമി ഇവിടെ എത്തിക്കുന്നത് വരെയുള്ള ചടങ്ങുകളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. എല്ലാ അംഗങ്ങളും വളരെ സജീവമായിട്ട്, നഗരസഭ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെയാണ് ആ നിലവിലാവുന്നത്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ ഇതുവരെയുള്ള തീരുമാനം അനുസരിച്ച്. നാളെ വലിയൊരു ഭക്തജന തിരക്കാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ സജീവമായ ഈ 10 ദിവസങ്ങളും പോലീസും വാളണ്ടിയേഴ്സിന്റെ ഒക്കെ സജീവമായി ഒരു ഇഷ്യൂസും ഉണ്ടാവാത്ത രീതിയിൽ ഇതുവരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നാളെ അതിനേക്കാൾ കൂടുതൽ പോലീസുകാരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെങ്കോളൂർ ക്ഷേത്രം മുതൽ ഇവിടെ വരെ ഇങ്ങറ്റം വരെ പോലീസിൻ്റെ അകത്തോടുകൂടി പോലീസിൻ്റെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരും വാളണ്ടിയേഴ്സിൻ്റെയും കാർമ്മികത്വത്തിൽ അവരുടെ നിയന്ത്രണത്തിൽ വളരെ ഭംഗിയായി തന്നെ ഇവിടെ കാവടി എത്തിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നിലവിൽ ചെയ്തിട്ടുണ്ട്. KSRTC വണ്ടികൾ കൂടുതൽ KSRTCക്ക് സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് കാട്ടാക്കട, നെയ്യാറ്റിൻകര എന്നീ വേറൂർക്കട എന്നീ ഡിപ്പോകളിൽ നിന്ന് അഡീഷണൽ സർവീസ് വിട്ടിട്ടുണ്ട്. അതെല്ലാ ദിവസവും ഇവിടെ അന്നേ ദിവസം രാവിലെ ഇവിടെ വന്ന് കംപ്ലീറ്റ് ഭക്തജനങ്ങളെയും ഇവിടെ ഇറക്കിയിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനവും KSRTC ചെയ്തിട്ടുണ്ട്. അതിന് ഗണേഷ് കുമാറിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതിനിവിടെ വേണ്ടി നമ്മളെ പൂജപ്പുര രാധാകൃഷ്ണൻ സാറാണ് അതിനുവേണ്ടി വർക്ക് ചെയ്തത്. സാർ ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. സാറാണ് അതിനുവേണ്ടി വേണ്ടതെല്ലാം ചെയ്തു തന്നത്. അതിന് നന്ദി പ്രത്യേകിച്ച് ഗണേഷ് കുമാർ സാറിനോട് നന്ദി പറയുന്നു. മായ, അതാണ് ഈ മഹാനവമിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിദ്യാരംഭത്തെ ചടങ്ങുകൾക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായതായാണ് ഈ ഭാരവാഹികൾ അറിയിക്കുന്നത്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ സഹകരണങ്ങളും ഈ മഹാനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 22 മുതൽ ആരംഭിച്ച വിവിധ കലാപരിപാടികളോടുകൂടിയും അതുപോലെ തന്നെ പൂജകളും ചടങ്ങുകളോടുകൂടിയും പ്രത്യേകം പൂജകളോടുകൂടിയുള്ള പരിപാടികളൊക്കെ തന്നെ ഇവിടെ 22-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് നേരത്തെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നാളെ 1200-ലധികം കുട്ടികളാണ് ആദ്യാക്ഷരം കുറിക്കാൻ ഈ സരസ്വതി ദേവിയുടെ ഈ സന്നിധിയിലേക്ക് എത്തുക. ഇപ്പോഴും നിരവധി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഭക്തജന തിരക്ക് കൂടുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു വൈകുന്നേരത്തോടു കൂടിയും വീണ്ടും വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഈ തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തും. ഏതായാലും നിലവിലെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ആതിര, തിരുവനന്തപുരത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ക്ഷേത്രമാണ് പൂജപ്പുരയിലെ സരസ്വതി മഹാദേവി ക്ഷേത്രം. അവിടെയാണ് ഒട്ടേറെ ആളുകൾ വരുന്നത്, വിദ്യാരംഭം കുറിക്കുന്നതും ഒക്കെ അവിടെയാണ്. അതോടൊപ്പം തന്നെ വലിയ തിരക്കും അനുഭവപ്പെടും. ഒപ്പം ഗതാഗത സംവിധാനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ? മായ, ഈ നാളെ ഈ വിദ്യാരംഭം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കുരുന്നുകൾ ഇവിടെയാണ് ഈ വിദ്യാരംഭം കുറിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്കാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിരവധി പോലീസുകാരെ ഇവിടെ നാളെ വിന്യസിക്കുന്നുണ്ട്. ഈ 22-ാം തീയതി മുതൽ തന്നെ വലിയ രീതിയിലുള്ളൊരു പോലീസ് സന്നാഹമാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു പ്രത്യേക ഒരു നിയന്ത്രണം ഈ ഭാഗത്തൊക്കെ തന്നെയുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്താറ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഇവിടെ ഗതാഗത നിയന്ത്രണം
ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ ഇവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. അത് മാത്രമല്ല, ഭക്തജനങ്ങൾക്ക് സുഗമമായി വരുന്നതിന് KSRTC അധിക സർവീസുകൾ ഈ പൂജപ്പുര ഭാഗത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ഗതാഗത മാർഗം ഈ KSRTC വഴി ഇവിടെ ഭക്തജനങ്ങൾക്ക് എത്തുന്നതിനും അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. നാളെ ഈ വിദ്യാരംഭം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജയദശമി ദിനത്തോടനുബന്ധിച്ച വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത നിയന്ത്രണവും സുരക്ഷാ ക്രമീകരണങ്ങളും ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നതിനും മറ്റുമുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ നാളെ ഏർപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ വിദ്യാരംഭം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ വിജയദശമി ദിനത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി നാളെ ഈ കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കുന്നതിന് എത്തുന്നതിനുള്ള കാത്തിരിപ്പിലാണ് മായ. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പൂജപ്പുര സരസ്വതി മഹാദേവി ക്ഷേത്രത്തിൽ നിന്ന്.